വെൽക്കം ടു CC Plus. എൻ്റെ പേര് ശാന്തിനി. ഓണം എക്സാം ഒക്കെ വരികയല്ലേ? നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? ഈ വരുന്ന സെപ്റ്റംബർ 3-ാം തീയതിയാണ് എക്സാം. എല്ലാവരും നല്ലോണം പഠിക്കുക. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഒരു ടോപ്പിക്കായ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ നമുക്ക് ക്ലാസ് നോക്കിയാലോ? ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് Question tag is a small phrase or word that is added to the end of a sentence to turn it into a question. അതായത് നമ്മളൊരു സെന്റൻസിന് ശേഷം ഉപയോഗിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എന്ത് പറയാം? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. ഏതൊരു ലാംഗ്വേജ് എടുത്താലും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ്സ് കാണാൻ സാധിക്കും. ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ടാഗ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നീ അങ്ങോട്ട് പോവുകയാണോ, ആണോ, അല്ലയോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിനെ നമുക്ക് എന്ത് പറയാം? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ കുറച്ച് റൂൾസ് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ ഇവിടെ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു സീക്ക് കൺഫർമേഷൻ. പ്രധാനമായും ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, സോ അതിന് എക്സാമ്പിൾസ് ആണ് isn't it, don't you, won't you, can't you, didn't you, doesn't you, aren't they. So these are some examples of question tag. Question tagsന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യനിലൂടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. നോക്കൂ, ഇവിടെ ഞാൻ തന്നിരിക്കുന്ന സെന്റൻസ് ഐ ആം റൈറ്റിംഗ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കണം. സോ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് ആണ്. ഓക്സിലറി വെർബിന്റെ വേറൊരു പേരാണ് ഹെൽപ്പിംഗ് വെർബ്. സോ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് ആണ് ആം. ഓക്കെ, ദെൻ ചെക്ക് ചെയ്യുക സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്. ഓക്കെ, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ നോർമലി ആം നോട്ട് എന്ന് യൂസ് ചെയ്യും. ഓക്കെ, പിന്നീട് നമ്മൾ എടുക്കേണ്ടത് സെന്റൻസിന്റെ സബ്ജക്റ്റ് നോക്കണം. ഇവിടെ എന്താ സബ്ജക്റ്റ് തന്നിരിക്കുന്നത്? ഐ എന്നാണ് സബ്ജക്റ്റ്. സോ ആ സബ്ജക്റ്റിന് പേരാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പ്രോനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. പ്രോനൗൺ മീൻസ് ഐ, ഷീ, വി, ഹി, എക്സെട്ര. ഇവിടെ ഓൾറെഡി പ്രോനൗൺ ആയ ഐ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഐ എഴുതാം. പിന്നീട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഇനി നോക്കണം, ആം നോട്ട് എന്നുള്ളത് ഒരു എക്സ്പാൻഡഡ് ഫോം ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രാക്റ്റഡ് ഫോമിലേക്ക് എഴുതണം. സോ ഇവിടെ ആമിൻറ്റ് നമ്മൾ എഴുതും അല്ലെ? ആമിൻറ്റ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ആം വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ ആറിൻറ്റ് എന്ന് എഴുതണം. ആറിൻറ്റ് ഐ എന്ന് എഴുതണം. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ആറിൻറ്റ് ഐ ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യുക. പിന്നീട് എന്ത് ചെക്ക് ചെയ്യണം? സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. പിന്നീട് സെന്റൻസിലെ സബ്ജക്റ്റ് നോക്കുക, ഐഡന്റിഫൈ ചെയ്യുക, സബ്ജക്റ്റിന്റെ പ്രോനൗൺ എടുക്കുക. ഓൾറെഡി ഇവിടെ പ്രോനൗൺ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ആണ് വരുന്നതെങ്കിൽ അതിന്റെ നെഗറ്റീവ് വരുമ്പോൾ ആറിൻറ്റ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ബേസിക് ആയിട്ടുള്ള റൂളാണ് ഇവിടെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഐ ആം എൽഡർ ടു യു. ഓക്കെ, ഇതിലെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഐ ആം എൽഡർ ടു യു. ഇവിടെ നമ്മൾ കണ്ടു, നേരത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നല്ലോ. ഇവിടെ ആം ആണ് ഇവിടെ ഓക്സിലറി വെർബ്. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരണം? ആറിൻറ്റ് ഐ എന്ന് വരണം. സോ ഇവിടെ ആൻസർ വരുന്നത് ആറിൻറ്റ് ഐ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും ടാഗിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ടാഗിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അടുത്ത ക്വസ്റ്റ്യൻ, എവ്രിബഡി ഹാസ്
അറ്റൻഡഡ് ദ കോൺഫറൻസ്. ഇവിടെ സെന്റൻസ് ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ സാധിക്കും ഹാസ് എന്ന് പറയുന്നതാണ് ഇവിടെ ഓക്സിലറി വെർബ് ആയിട്ട് വരുന്നത്. ഇനി ഹാസ് വന്നിട്ടുണ്ട്, സെന്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ടാഗിനെ നെഗറ്റീവ് ആക്കി എഴുതണം. അപ്പൊ ഹാസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹാസിന്റെ നെഗറ്റീവ് എന്ത് വരും? കോൺട്രാക്ട് ചെയ്ത് എഴുതണം. അതായത് ഹാസ് നോട്ട് എന്ന് എഴുതാതെ ഹാസിൻഡ് എന്ന് എഴുതണം. ഇനി ഇവിടെ എവരിബഡി ആണ് സബ്ജക്റ്റിന്റെ പ്ലേസിൽ വന്നിരിക്കുന്നത്. എവരിബഡി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എന്താക്കി എഴുതണം? പ്രോനൗൺ എന്താകും? ദേ ആയി മാറും. സോ ഇവിടെ ആൻസർ വരുന്നത് എന്താ? ഹാസിൻഡ് ദേ എന്ന് എഴുതിയാൽ ശരിയാവോ? കാരണം ഇവിടെ ദേ പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹാസിന് പകരം ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാവിൻഡ് ദേ. ഓക്കെ, അപ്പൊ നമ്മൾ ടാഗ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന പ്രോനൗണ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ടാഗ് ഫ്രെയിം ചെയ്യാൻ. അപ്പൊ ഇവിടെ ഹാവിൻഡ് ദേ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ആൻസർ വരുന്നത്. കാരണം ഇവിടെ ദേ വരുമ്പോ ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഹാവിൻഡ് ദേ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് അസ് വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ. സോ നമ്മൾ ആദ്യത്തെ ആ റൂള് പറഞ്ഞ പ്രകാരം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കണം. അതിനുശേഷം സെന്റൻസിലെ ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് സം ഓഫ് അസ് വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ. അപ്പൊ നമുക്ക് ഓക്സിലറി വെർബ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ വെർബ് തന്നിട്ടുണ്ട്. വെർബ് എന്ന് പറയുന്നത് വാണ്ടഡ് ആണ്. വാണ്ടഡ് എന്ന് പറയുമ്പോൾ വോണ്ട് എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. വാണ്ട്, വാണ്ടഡ്, വാണ്ടഡ്. ഓക്കെ, വെർബ് വാണ്ട് എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് തന്നിരിക്കുന്നത്. അതായത് V2 ഫോം ആണ് തന്നിരിക്കുന്നത്. സോ സെന്റൻസിൽ V2 ഫോം ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഓക്സിലറി വെർബ് ഡിഡ് ആയിരിക്കും. V2 ഫോം ആണ് വരുന്നതെങ്കിൽ ഓക്സിലറി വെർബ് ഡിഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഓക്സിലറി വെർബ് കിട്ടി, ഡിഡ് എന്ന് കിട്ടി. സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഡിഡിൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നോക്കുക. സോ ഇവിടെ രണ്ട് ഓപ്ഷൻ ഡിഡിൻഡ് തന്നിട്ടുണ്ട്. സോ ഇവിടെ വി ആണ് ഇവിടെ പ്രോനൗണിന്റെ പ്ലേസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സബ്ജക്റ്റിന്റെ പ്ലേസ് ചെക്ക് ചെയ്യുമ്പോൾ സം ഓഫ് അസ്, അസ് എന്ന് പറയുന്നത് നമ്മൾ എന്നൊരു അർത്ഥത്തിലാണ്. അപ്പൊ അവിടെ വി എന്ന് വന്നാൽ മാത്രമേ ആൻസർ ആവുകയുള്ളൂ. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ വരുന്നത്? ഡിഡിൻഡ് വി. ഓക്കെ, ഡിഡിൻഡ് വി എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഡിഡിൻഡ് അസ് എന്നോ ഡിഡിൻഡ് ദേ എന്നോ പറയില്ല. ഡിഡിൻഡ് വി എന്ന് പറയുന്നതായിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഗോ ഫോർ എ ട്രിപ്പ് ഡാഷ്. ഈ സെന്റൻസിൽ ഒരു റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സെന്റൻസ് ലെറ്റസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യേണ്ട, ഷാൽ വി ആയിരിക്കും. ലെറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകളുടെ ടാഗ് എപ്പോഴും ഷാൽ വി ആയിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഷാൽ വി, ഓപ്ഷൻ എ ആണ്. എല്ലാവരും ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. CC+ന്റെ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ട്യൂഷൻ അവൈലബിൾ ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ട്യൂഷനിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതിനായി ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറിൽ, മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹി പ്ലേസ് ക്രിക്കറ്റ്. ഓക്കെ, ഹി പ്ലേസ് ക്രിക്കറ്റ്. ഇവിടെ സെന്റൻസ് തന്നിരിക്കുന്നത് വെർബ് പ്ലേസ് ആണ്. അപ്പൊ നമുക്ക് ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യാൻ അത്ര എളുപ്പമല്ല അല്ലെ. സോ പ്ലേസ് എന്ന് പറയുമ്പോൾ അവിടെ എസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. വെർബിനൊപ്പം എസ് ഉണ്ടെങ്കിൽ ഡസ് ആയിരിക്കും അവിടെ ഓക്സിലറി വെർബ് വരിക. ഓക്കെ, ഇനി സെന്റൻസിന്റെ എന്ത് നോക്കണം? സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് എടുക്കണം? ഡസിന്റെ എന്ന് എടുക്കണം. ഓൾറെഡി പ്രോനൗൺ തന്നിട്ടുണ്ട്, ഹി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? ഡസിൻറ്റ് ഹി. ഡസിൻറ്റ് ഹി ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The project was highly rewarding to the rural people. ഇവിടെ സെന്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ പ്രൊജക്ട്, വാസ്,
വാസ് ആണ് ഇവിടെ ഓക്സിലറി വെർബ്. സെന്റൻസ് ആണെങ്കിലോ പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ വാസിന്റെ എന്ന് എടുക്കണം. പിന്നെ പ്രൊജക്ട് എന്നുള്ളത് ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ട് അവിടെ പ്രോനൗൺ എന്ത് യൂസ് ചെയ്യണം? ഇറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വാസിന്റ് ഇറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, വാസിന്റ് ഇറ്റ് ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നൺ ഓഫ് ദ പീപ്പിൾ അറൈവ്ഡ് ഫോർ ദ മീറ്റിംഗ്. നൺ ഓഫ് ദ പീപ്പിൾ അറൈവ്ഡ് ഫോർ ദ മീറ്റിംഗ്. ഇവിടെ നൺ എന്ന് തന്നിട്ടുണ്ട്. നൺ എന്ന് പറയുന്നത് സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് നൺ യൂസ് ചെയ്യുക. അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ടാഗ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ടാഗ് ആയിരിക്കും. അപ്പൊ ഇവിടെ നൺ ഓഫ് ദ പീപ്പിളിന് പകരം നമുക്ക് പ്രോനൗൺ എടുക്കാവുന്നത് ദേ ആണ്. ഓക്കെ, ഇനി അറൈവ്ഡ് എന്താണ് തന്നിരിക്കുന്നത്? അറൈവ് എന്നുള്ള വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് V2 ഫോം ആണ്. V2 ഫോം ആണെങ്കിൽ ഡിഡ് ആയിരിക്കും അവിടെ ഓക്സിലറി വെർബ്. സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരണം? ഡിഡ് ദേ. ഡിഡ് ദേ എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. ഇവിടെ നോക്കൂ, സെന്റൻസ് പോസിറ്റീവ് ആണ്, ഓക്സിലറി വെർബ് ആം ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ആം നോട്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ ആൻസർ വരിക? ആം ഐ ആയിരിക്കും ഇവിടെ ആൻസർ വരിക. ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.